रातों की परछाई में, ओ नैनों की गहराई में सारी बातें तेरे साथ हैं। मैं राहों में मुनासिब हूँ, दिन रैनों में मैं शामिल हूँ, पर सारी बातें तेरे साथ हैं। लफ्जों को तू ही जाने, दिल को मेरे पहचाने, बाहों में बाहें डाले, कारी बदरिया छाए, कारी बदरिया आए ना निंदिया, कारी बदरिया छाए, कारी बदरिया बातों की नदिया, कारी बदरिया छाए, कारी बदरिया आए ना निंदिया, कारी बदरिया मैं ख्वाबों का सौदागर हूँ, तुम बादर तो मैं आबर हूँ। हो तेरी सांसें मेरे पास, ख्यालों से तुम वाकिफ हो। सब छोड़ो ना, गम वापस दो, हो मेरी रातें तेरे साथ। लफ्जों पर तू ही आए, कारी बदरिया दिल को मेरे सुलझाए, बाहों में बाहें डाले, कारी बदरिया कारी बदरिया छाए, कारी बदरिया आए ना निंदिया, कारी बदरिया छाए, कारी बदरिया बातों की नदिया, कारी बदरिया छाए, कारी बदरिया आए ना निंदिया, कारी बदरिया बदरिया कब से कब से कब से मैं हूँ तेरा, जब से मेरे दिल की ये खामोशी, कहूँ क्या तुझसे या रब से। है मेरे दिल का चांद अब तेरी हो, जज्बात लाए तुझे मेरी हो, तुझको ख्याल में ढूंढूं क्या, जब मैं ही खो गया। बातें बना के ना हो रातों की नींद उड़ाई है। मुझे चुन लिया मेरे सुन लिया।
കൂട് പച്ചക്കറി വഴിയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട് കണ്ണാളം കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം കുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം കുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം കുന്തനാനേന. ഹായ് ഹായ് ഹലോ നമസ്കാരം. രാമ നീതു ഇങ്ങോട്ട് വരൂ. ഓക്കെ അവന്റെ തിരക്കിലാണല്ലേ. ഓക്കെ അപ്പൊ നമുക്ക് പരിപാടി ഇതുവരെ ഒന്ന് ഭംഗി നിൽക്കായിരുന്നു. മഴയൊക്കെ ആയിരുന്നു. മഴ എന്തായാലും മാറി. അപ്പൊ പരിപാടി ഒന്ന് ഓണം. നമ്മുടെ ഏറ്റവും ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പാട്ട് പാടുന്നൊരു സുഹൃത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഒരു പാട്ട് പാടി. നിങ്ങൾ രണ്ടുപേരല്ല ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് അതെ ഞങ്ങളുടെ മനപ്പൊരുത്തം അറിയാതെ ഒരേ ഷർട്ട് ഇപ്പോഴും പാടാൻ പറയുന്ന ഒരു പാട്ടുണ്ട് സ്ഥിരം. അത് തന്നെ പാടും. അറിഞ്ഞോട്ടല്ല, തെറ്റുപറ്റിപ്പോയി. മനപ്പൊരുത്തം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ ഞാൻ വിരിക്കും. ഒരു പുഷ്പം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഹലോ രേഷ്മ എവിടെ? രേഷ്മ കാണുന്നില്ലല്ലോ. രേഷ്മ സ്റ്റേജിലോട്ട് വരൂ ദയവ് ചെയ്ത് പ്ലീസ്. അല്ല നമ്മളെന്തായാലും രേഷ്മ രാമൻ എനിക്കത് കുറച്ച് നാട്ട് അറിയാം. അപ്പൊ രേഷ്മയ്ക്ക് രാമനെ കുറിച്ചൊരു കുറച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. നല്ലതൊന്നും പറയാനില്ലെന്നോ അതോ ഒന്നും പറയാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഓണായ ഒരാള് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. നമ്മുടെ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാ വന്നേക്കുന്നത്. അവിടെ വീട്ടിൽ ആളോടാള് ഇവിടെ എവിടെയെന്ന് ചോദിച്ചെന്ന് ഇങ്ങനെ നടക്കുന്നു. അതിനിടയിൽ കൂടെ പുറയിലത്തെ ഗേറ്റ് വഴി വന്നു. അങ്ങനത്തെ ഒരു വൈബ. അതുകൊണ്ട് എന്നോട്
കൂടിപ്പോയി കൂടും. എൻ്റെ പേര് വിനായക് എന്നാണ്. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു. ഞാൻ അങ്ങനെയാണ് രാമനെ പരിചയപ്പെട്ടത്. എനിക്ക് ആക്ച്വലി ഒന്നൊന്നര വർഷമായി രാമനെ അറിയാവുന്നു. രാമനെ എനിക്കൊന്ന് ഇറ്റലിയിൽ നിന്ന് ആദ്യം രാമൻ വരുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. കാരണം രാമൻ അന്ന് വീട് റെഡി ആവുന്നതേ ഉള്ളൂ. രാമൻ ഗോകുലിൻ്റെയും അഫ്രീദിൻ്റെയും അഫ്രീദും ഗോകുലും വഴിയാണ് എനിക്ക് രാമനെ അറിയാവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല 1.5 വർഷമായിട്ട് ഇത്രയും ചെറിയ സമയത്ത് ഇത്രയും അടുത്ത് ഒരാളിൽ വളരെ കുറച്ച് ആൾക്കാരിൽ എനിക്ക് രാമൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള രാമന്റെ ആക്ച്വലി പേരൻസിനാണ്. ഇത്രയും അടിപൊളിയായ ഒരു പയ്യനോ ഇത്രയും നല്ലൊരു പേര് വളർത്തി ഇത്രയും നല്ലൊരു എന്താ പറയുക ഇത്രയും നല്ല സ്നേഹമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ വളർത്തി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി 1 വർഷമായിട്ട് ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡുകളും ഞങ്ങൾ കാണാറുണ്ട്. അതിൽ തന്നെ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയി. എനിക്ക് മനസ്സിലായി രാമൻ എനിക്ക് വന്നൊരു റിലേഷൻഷിപ്പിൽ തന്നെ ഭയങ്കര ഡെപ്ത് സീക്കേണ്ട ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാമൻ രേഷ്മയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ദിസ് ഇസ് ദ വൺ. പക്ഷെ അതെനിക്കൊരു കാര്യം ഉറപ്പാണ്, അവൻ 100% തന്നെ രേഷ്മേനെ നല്ലതായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്കത് വേറെ കാണാം. നന്നായിട്ട് നോക്കും. ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം യുവർ ഫ്രണ്ട്. പിന്നെ വി ആർ ഓൾസോ ആസ് എ ഫ്രണ്ട് ഗ്രൂപ്പ് വി ആർ സോ പ്രൗഡ് ദാറ്റ് വി ആർ യുവർ ഫ്രണ്ട് ആൻഡ് താങ്ക്സ് ടു ഓൾ അവർ ഫ്രണ്ട്സ് ദാറ്റ് വെയിറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ രാമന്റെ ഫാമിലി വാസ് സോ വെൽക്കമിങ്. രാമന്റെ അച്ഛനും രാമന്റെ അമ്മയും വാസ് സോ വെൽക്കമിങ്. അതുകൊണ്ട് ഐ തിങ്ക് എന്താ പറയുക ഐ ബെറ്റ് ദാറ്റ് യു വിൽ പാസ് ഡൗൺ ദിസ് ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ ടു. I think you should. I think that നിങ്ങൾ ബിൽഡ് ചെയ്ത കൾച്ചറും the way that you treat another human, I think that should അത് നിങ്ങൾ അടുത്ത ജനറേഷനിൽ you should pass down. പയ്യെ മതി. I am so proud. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ I am so proud. We are welcoming someone. Sorry. We are welcoming someone. Yeah. അപ്പം ഇപ്പൊ രേഷ്മ ഇന്നും ഞങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പ് ആയി കഴിഞ്ഞു. പക്ഷെ രേഷ്മ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ മെന്റലി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം so I'm so proud and I'm so happy that you're getting married and I so wish that you guys will live for next n number of years and raise beautiful children. Have a wonderful life. Thank you. അഫ്രീദാന്ന് തോന്നുന്നു ആദ്യം രാമനെ വിനായക് പറഞ്ഞ തന്നെ അതിൽ കൂടുതൽ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും കറക്റ്റ് പേഴ്സൺ. കാരണം ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ പലരിലും സെന്റർ ഞാനായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തത്. ഞാൻ വഴിയാണ്, ഇവരാണ് മനീഷ്, ഏജ്, വിഭു, ഗൂഗിൾ എല്ലാവരും പരിചയപ്പെട്ടത് ഞാൻ വഴിയായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ന്യൂ ഇയറിന് മുമ്പ് രാമൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ വരുവാണ്. ഞാൻ ഓക്കെ സെറ്റ്, കറക്റ്റ് സ്ഥലത്താണ് വരുന്നത്. എനിക്ക് വേറെ ഒന്നും ആലോചിക്കാതെ വരൂ, ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ വാ എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് രാമൻ. അല്ല എനിക്ക് വേറെ ആരോടും അങ്ങനെ എനിക്ക് പറയാനില്ല. അങ്ങനെ അത്രയും എനിക്ക് വിശ്വാസം, എനിക്ക് മനസ്സിലാവും എൻ്റെ കൂടെ തന്നെ അങ്ങനെ നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ അത്രയും വെൽക്കം ചെയ്യാനും അവനെ എനിക്ക് അത്രയും ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ബാംഗ്ലൂരിലോട്ട് വന്നത്. ബാംഗ്ലൂരിൽ വന്ന് 1 വർഷത്തിനിടയ്ക്ക് വിനായക് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് എത്ര ഡെപ്തുണ്ടോ അതിൽ കൂടുതൽ അവനെ 1 വർഷം കൊണ്ടുണ്ടാക്കി. അതെനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കും പറ്റില്ല. അത്രയും മനസ്സിന് അത്രയും നന്മയും അത്രയും സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എനിക്ക് പറയുന്നതല്ല ശരിക്കും. അപ്പം എനിക്ക് ഉറപ്പാണ് രേഷ്മ വരുവാണെങ്കിൽ you're coming to the perfect group, അല്ലെങ്കിൽ you're coming to the perfect person. നിനക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടുമായിരിക്കും. അത്രയും വെൽക്കമിങ് ആണ്, സ്നേഹമുള്ള ഒരാളാണ്.
അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട്. എന്നാലും ഓൾറെഡി ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഇവരുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ് ഓൾറെഡി. അപ്പം നമ്മുടെ ഒരു പാർട്ടായി ഓൾറെഡി. അപ്പം ഇനി അങ്ങോട്ട് വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കട്ടെ. ഒരുമിച്ച് ഈ സ്നേഹം നിങ്ങൾ ഒരുമിച്ച് എല്ലാവരോടും, നെക്സ്റ്റ് ജനറേഷൻ അല്ല, ഉള്ള ജനറേഷൻ തന്നെ ഉള്ള ജനറേഷൻ തന്നെ നിങ്ങൾ ഈ സ്നേഹം കൊടുക്കട്ടെ, ഒരുമിച്ച് കൊടുക്കാം. വിനായക പറഞ്ഞ പോലെ അത് പിന്നെ അത് രാമന്റെ യുണീക് ട്രീറ്റ് ആണ്. അത്രയും സ്നേഹം കൊടുക്കുന്നത്. അത് വേറെ ഒന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ പൊക്കി പറയുന്നതല്ല. കല്യാണമായിട്ട് ശരിക്കും അവൻ ഒരാളെയും ജഡ്ജ് ചെയ്യാതെ അത്രയും സ്നേഹത്തോടെ ഫസ്റ്റ് സൈഡിൽ അവൻ, എനിക്ക് തോന്നുന്നു ഇവിടെ പലരിലും അവൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്നിട്ടും അവൻ അത്രയും സ്നേഹം, അത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരണമെങ്കിൽ അത് അവന്റെ ആ സ്നേഹം കൊണ്ട് തന്നെയാണ്. അത്രയും ഇതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ വരും. സ്നേഹവും അവനെ അത്രയും വെൽക്കമിങ് നിങ്ങൾക്ക് കൂടെ ഒരാളുണ്ട്. ഒരുമിച്ച് ചെയ്യണം. എല്ലാരെയും നിങ്ങൾ 100 വർഷം ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറയും. പറയുവാണെങ്കിൽ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും രാമനെ അറിയാവുന്നത് 2019 ഞാൻ 19 വന്നത്. ഇൻഫോസിസിൽ തൊട്ടാണ്. കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും, നമ്മളൊരു 3-4 മാസം ഉണ്ടായിരുന്നുള്ളെങ്കിലും പെട്ടെന്ന് തന്നെ ഇവൻ ഇറ്റലി പോയെങ്കിലും നമ്മൾ അപ്പോഴത്തേക്ക് നല്ല അടുപ്പമായി. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇവൻ ഇറ്റലി പോകുന്നെന്ന് പറയുന്നതിലും എല്ലാത്തിലും. ഇപ്പൊ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞാൽ അതേപോലെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ എത്തി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇവ തിരിച്ചു വരുമ്പോ തൊട്ടും ഞങ്ങൾ കുറെ പ്രാവശ്യം രാമനായിട്ട് തന്നെ ഈ വീട്ടിലോട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരാനൊക്കെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു സന്തോഷമുള്ള രാത്രിയിലാണ് നമ്മൾ ഈ വീട്ടിൽ വരുന്നതും. വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു ഹാപ്പി നൈറ്റിൽ നമ്മളിവിടെ എത്തി. രാമനെ പറ്റി എല്ലാവരും നല്ലതൊക്കെ പറഞ്ഞു. എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. നല്ലൊരു ഫ്രണ്ടാണ്. അതെ അതെ ഞങ്ങളൊരു ഭയങ്കര ക്ലോസ് നിറ്റ് സർക്കിളാണ്. ഞങ്ങള് കുറെ അധികം നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് അത്ര ഇന്റൻസിറ്റി ആയിട്ട് എന്നെ കയറി വന്ന ഒരാളാണ് രാമൻ. കുറച്ച് നാളത്തെ പരിചയം ഉണ്ടെങ്കിലും അതേ ഇന്റൻസിറ്റി ആയിട്ട് തന്നെ നമ്മുടെ ഒരു സർക്കിളിൽ ഉള്ള ഒരാളാണ് രാമൻ. അപ്പം അത് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് രാമന്റെ അടുത്ത് നിന്ന്. ഇടയ്ക്കൊന്ന് തമാശ അടിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ രാമൻ പറഞ്ഞത് കേട്ടിട്ടും രാമൻ തന്നിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് പരിചയം ഇല്ലെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്തിട്ടുള്ള ഒരാളാണ് രേഷ്മ. ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ പതിയെ റോഡിൽ കൂടെ നടന്ന് ഒരു ക്ഷേത്ര മുറ്റമുണ്ട്, അവിടെയൊക്കെ നടന്ന് വെറുതെ ഇങ്ങനെ പോകും. എൻ്റെ പുറകെ പതിയെ നടന്ന് ഞാനൊരു സേഫായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ പതിയെ നടന്ന് എൻ്റെ കാലടികളെ അതേപോലെ പിന്തുടർന്ന് ഞാൻ എത്തുന്ന സ്ഥലത്ത് അവനും വരും. അപ്പോൾ റോഡിലൊക്കെ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കും, ഞാൻ മുന്നേ പോകുന്നതും കൊച്ചു കുഞ്ഞ് എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നതും. ആ ഒരു കാഴ്ചയാണ് എനിക്ക് അവനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പേരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ 2 മക്കൾക്കും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത്രയും സൗകര്യങ്ങൾ, ഞങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേരൻസാണ്. അപ്പോൾ കഴിയാവുന്നത്രയും സൗകര്യങ്ങൾ കൊടുത്താണ് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അതിൻ്റേതായ സ്നേഹം അവർക്ക് ഞങ്ങളോട് ഉണ്ട് താനും. ഭാവിയിലും ഞങ്ങൾ അങ്ങോട്ടും അവരിങ്ങോട്ടും അവരുടെ വരുന്ന തലമുറയ്ക്കും ഒക്കെ ഇതിന് കഴിയട്ടെ. നിങ്ങളുമായിട്ടും ഞങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധം ബാലുവിനും നീതുവിനും കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. അവർക്ക് നല്ലൊരു മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ.
എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം അവൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ ചർച്ച ചെയ്തു. എനിവേ, ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അവന് 1 വർഷം ബാംഗ്ലൂരിൽ നിന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇറ്റലിയിൽ നിന്നു, എങ്കിൽ പോലും അവൻ്റെ മാരേജിന് ഇത്രയും പെയിൻ എടുത്ത് പന്തളത്തെത്തണമെങ്കിൽ അതിനും മാത്രം അവന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ ഒന്നുകൂടെ ഞങ്ങളെ ഫാമിലിയിലേക്ക് ഒരു പുതിയ ആളും കൂടെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് ഇനിയും. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാ പ്രസൻസ് ആൻഡ് ബ്ലെസ്സിങ്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൂട്ടുകാരാണ് കൂടുതൽ സംസാരിച്ചത്. എനിക്കൊന്നുള്ള വേറൊരു അങ്കിൾ അവിടെ ഇരിപ്പുണ്ട്, ശോഭിത് തിലകൻ. എനിക്കൊന്ന് അങ്കിള് ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ഫേമസ് ആണ്. അറിയാം. അങ്കിൾ ആക്ച്വലി കൊല്ലംകാരനാണ് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവിടെ ഇരുന്ന് നിങ്ങളുടെ ഈ ഒരു സന്തോഷം കാണുമായിരുന്നു. ബാലുവിന് എത്ര നാളോട്ട് നമ്മൾ കാണാൻ തുടങ്ങി? കുഞ്ഞു തൊട്ടേ കാണുന്നതാണ്. അതുപോലെ ശംഭുവിന് ഈ കുടുംബമായിട്ടുള്ളൊരു അടുപ്പവും അത്രമാത്രമാണ്. അപ്പൊ നിങ്ങളിവിടെ നിന്ന് ബാലുവിനെ കുറിച്ച് പറയുകയും ബാലുവിൻ്റെ ഒരു നിങ്ങളോടുള്ള ആ ഒരു അപ്രോച്ച് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ കല്യാണത്തിന് വേണ്ടി വന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കതിനകത്ത് അത്ഭുതമൊന്നും തോന്നിയില്ല. കാര്യം ബാലുവിൻ്റെ സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഞാനും ഒക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പോയിട്ടുണ്ട്. എങ്കിലും ഇത്രയും ദൂരം വന്ന് ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതിൽ ഞാനും കുറച്ച് മാറി നിന്ന് നിങ്ങളുടെ സന്തോഷം ആസ്വദിക്കുമായിരുന്നു. ബാലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രേഷ്മയ്ക്ക് ഒരു പക്ഷേ എന്താ പറയുക, ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാണ് രേഷ്മ എന്ന് പറയേണ്ടി വരും. ഞാനും എൻ്റെ കുടുംബവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ കുടുംബമായിട്ടും ഭാഗമായിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു അവസരം, അതായത് ഇപ്പം നിങ്ങൾ തന്ന ഈ ഒരു അവസരം ഇവർക്ക് രണ്ടുപേർക്കും ജീവിതകാലം മുഴുവൻ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു തുടക്കമാവട്ടെ ഈ ദിവസം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടുപേരെയും അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച്. പറയാനുള്ള കാര്യം ഐ ലവ് യു. ഞങ്ങള് ജാനുവരിയിലാണ് കണ്ടത്. വളരെ പെട്ടെന്ന് ബോണ്ടഡായി, ഭയങ്കരമായിട്ട് ബോണ്ടഡായി. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ അച്ഛനമ്മമാരും നിന്നെ നന്നായിട്ടാണ് റേസ് ചെയ്തത്. ഭയങ്കര ഒരു മൊറാലുള്ള ഒരു മനുഷ്യനാണ് നീ, നല്ല ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. വേറെന്താ പറയാനുള്ളത്? ഭയങ്കര പൊളി മനുഷ്യനാണ്, പൊളി ആളാണ്, ഭയങ്കര സ്നേഹം ഉള്ള ഒരാളാണ്. എനിക്കിത് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരാളും കൂടെ പറയാനുള്ളത് കേട്ടിട്ട് രേഷ്മ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇറ്റലിയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ രാമൻ പറയുന്നതായിട്ട് കേട്ടിട്ടുള്ള ഒരു പേരാണ് അമിത്. എപ്പൊ പറഞ്ഞാലും അമിതിന്റെ കാര്യം പറയാറുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളും അമിതാണ്. അതാണ് ഞാൻ അമിതിനെ തന്നെ വിളിച്ചത്. ഡൂഡുണ്ട്. നിങ്ങൾ എനിക്കും ഡൂഡെന്നേ അറിയുള്ളൂ. ഡൂഡും അമിതും. രാമന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് വന്നു, ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സ്
ഞങ്ങൾക്ക് വന്നു. ഇനി ഞങ്ങൾ ഇറ്റലിക്കാര് പറഞ്ഞില്ല എന്ന് വേണ്ട. അതെ, ഇറ്റലിയിൽ നിന്ന് കല്യാണം കൂടാൻ വേണ്ടി ഞങ്ങൾ രാമനെ എനിക്ക് കുറെ മുന്നേ അറിയാം. ഞാൻ ഓൾറെഡി പണ്ട് ഞങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് ഇറ്റലി വരാൻ വേണ്ടി. അന്ന് എൻ്റെ വിസ റിജക്റ്റ് ആയി എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര മിസ് ചെയ്തു. ടൂറിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യേണ്ട മൊമെന്റ്സ് ഒക്കെ എനിക്ക് മിസ്സായെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നെക്സ്റ്റ് ഇയർ എനിക്ക് മിലാനിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ മിലാനിൽ വന്നു. ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. ടൂറിൽ പിന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് നല്ല മൊമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിഷമമായി. രാമൻ ജോലി കിട്ടി ബേക്കർ ബുക്സിലേക്ക് പോകുന്നു. ബാംഗ്ലൂർ ആയല്ലോ, രാമനെ മിസ് ഔട്ട് ചെയ്യല്ലോ. ഇപ്പൊ വീണ്ടും കല്യാണം കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ ഇറ്റലിക്ക് വരുന്നതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇറ്റലിയിലുള്ള ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിന്റെ പേരിലും ഞങ്ങൾ ഇവൻ ടൊറീനോ തന്നെയുള്ളതായിരുന്നു. അപ്പൊ പറയാനുള്ള ഞാൻ ആദ്യമായിട്ട് രാമനെ കാണുന്നത് ടൊറീനോയിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഇവര് കുറച്ചുപേര് 4-5 പേര് വന്നപ്പോൾ ആദ്യം വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങളന്ന് പരിചയപ്പെട്ടു. പിന്നെ മിലാനിലേക്ക് പോകുന്നു. അതെ, എല്ലാ വീക്കെൻഡും ഞങ്ങൾ മിലാനിൽ പോകുമ്പോൾ അമിത് അവിടെ ഉണ്ട്. അപ്പോൾ അമിത്തിനെ കാണാൻ പോകുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും എല്ലാ വീക്കെൻഡ്സും ഞങ്ങൾ കാണാറുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ജോലി കിട്ടി ഫ്ലോറൻസിലേക്ക് പോയി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു നാട്ടിൽ പോവാ, ബാംഗ്ലൂർ ജോലി കിട്ടി, അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ചിപ്പോ പറഞ്ഞു ഓക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചിട്ടിലേക്ക് വരുന്നത് പറഞ്ഞപ്പോൾ ഓക്കെ വീണ്ടും അവിടെ കാണാന്നുള്ള ഇതുണ്ട്. അപ്പൊ ജനുവരി ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അപ്പൊ ജനുവരി തിരിച്ച് ഇറ്റലിക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോരും. നമുക്ക് അവിടെ എനിക്ക് രാമനെ പറ്റി പറയാനുള്ള വളരെ കുറച്ച് കാലത്തെ പരിചയമുള്ളെങ്കിലും രാമൻ ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. എനിക്കിപ്പം രാത്രി ഒരു 5 മണിക്ക് എണീറ്റ് കരഞ്ഞ് വിളിച്ച് എന്തെങ്കിലും വിഷമം പറയാനുണ്ടെങ്കിൽ രാമനെ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ് അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്യും. ആസ് എ ബ്രദർ ഹി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് എ വെരി ഗുഡ് ബ്രദർ ടു മീ ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ യു ലൈക്ക് ദിസ് വിത്ത് ഹർ. ആൻഡ് ഞാൻ രേഷ്മേനെ പരിചയപ്പെട്ടപ്പോഴും എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. പക്ഷെ എനിക്ക് ഒരു മനസ്സിലായത് ഫസ്റ്റ് ടൈം ആ ഒരു ഫസ്റ്റ് ഫീലിംഗ് ഇതുവരെ ഉണ്ടായില്ല. ഷീ ഈസ് ഓൾസോ വെരി സ്വീറ്റ്. ഐ എം ഗ്ലാഡ് യു മെറ്റ് ഹർ and I wish you all the very best. And I would really want you to be part of our group and welcome to our group. ख्वाबों के सिरहाने में ये बात है, दिल की आहट में होना मुझे याद है. ആക്ച്വലി എക്സാക്ട്ലി 2 days കഴിഞ്ഞാല് എൻ്റെ രാമൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആനിവേഴ്സറി ആണ്. രാമനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ രാമനും ഒരു ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും ഇരിക്കുന്നത്. ഫസ്റ്റ് കൺവെർസേഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല, സദസ്സിനെ മാനിച്ചുകൊണ്ട്. രാമൻ ഇൻഫോസിസിൽ കഴിഞ്ഞിട്ട് ഇറ്റലിക്ക് പോയി. സ്റ്റിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാമൻ മീറ്റ് ചെയ്യും, ഞങ്ങളെ കൂടും. സ്റ്റിൽ ക്ലോസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഐ എം മീറ്റിംഗ് യു ഫോർ ഫസ്റ്റ് ടൈം ബട്ട് ഐ ഗെസ് ദിസ് ഇസ് ഇറ്റ്. യു ആർ ഡെഫിനറ്റ്ലി ഫിറ്റ് ടു ജോയിൻ അവർ കമ്പനി. ബാംഗ്ലൂരിൽ നിന്ന് കൂടുതൽ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് രാത്രി ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൗഡ് ഓഫ് യു. വേറെ ആരും ചെയ്യില്ല. കൂടുതൽ ലൈറ്റ് ആക്കുന്നില്ല. ഐ തിങ്ക് ഈ ഫ്രണ്ട്സിന്റെ ഇത്രയും ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ കൂടി ഇവിടെ വരാൻ വേണ്ടി ഡിസൈഡ് ചെയ്തത്. എല്ലാവർക്കും താങ്ക്സ്. ഒരു ഫൈനൽ സോങ്ങോടുകൂടെ നമുക്ക് ഇന്നത്തെ പരിപാടി ഫുൾ വൈൻഡ് അപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. താങ്ക് യു.
തന്നോരോമൽ മുത്താണേ ഞാൻ തന്റെ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ വിപ്പാണേ പടിയോരം വെള്ളിപ്പല്ല കെട്ടിയിരുന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട് ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേരിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ജില്ലം ജില്ല നാളേറെ കാത്തിട്ടും നീ വന്നില്ല മോഹിക്കും പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തൂവാല പാടാനില്ല ജില്ലം ജില്ലാല Can you feel that? Hey, can you feel that? Ooh, check it. I'm about to put up the bid. I told you I wanted it slid. They tryna come at me again. I told them I know how to win. She asked when the party begin. And this time she bringing a friend. We mixing the soda with gin. Ah, here we go again. Hey, you know where I be. Standing with the spotlight shining on me. I like what I see. I walk in the building like 1, 2, 3.